മേഘവിസ്ഫോടനത്തിൽ തകർന്നുപോയ ധരാലിയിലെ നേർക്കാഴ്ചകളുമായി 24 വാർത്താ സംഘം. റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും ഒരാഴ്ചയോളം സമയമെടുക്കുമെന്നതിനാൽ 30 കിലോമീറ്ററോളം നീണ്ട സാഹസിക യാത്രയ്ക്ക് ശേഷമാണ് 24 സംഘം ദുരന്തഭൂമിയിലെത്തിയത്. ധരാലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, ദുരന്തഭൂമിയിലെ കാഴ്ചകൾ ഹൃദയഭേദകമാണ്. എന്താണ് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? രക്ഷാദൗത്യം എങ്ങനെ? ഈ രാത്രി സമയത്തൊക്കെ അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ് ബൽറാം? റിജിത്ത്, ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഇന്നേക്ക് 5 ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു. എങ്കിലും അവിടെ രക്ഷാപ്രവർത്തനം തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ നടത്തേണ്ട തെരച്ചിലിന് പര്യാപ്തമായ രീതിയിലുള്ള ആളുകളോ യന്ത്രങ്ങളോ അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പക്ഷേ അതിൻ്റെ പേരിൽ ആരെയും വിമർശിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത്രത്തോളം വലിയ ഭൗതിക വെല്ലുവിളികൾ ആ പ്രദേശം നേരിട്ടുണ്ട്. സാധാരണ നിലയിൽ ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തം കഴിഞ്ഞാൽ പിന്നീട് രക്ഷാപ്രവർത്തനം ഉടൻ ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്, ചെറിയ തടസ്സങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും. ഇവിടെ ഈ മഹാപ്രളയം വന്ന് ആ ഒരു ഗ്രാമത്തെ കവർന്നെടുത്ത് കൊണ്ടുപോയ ശേഷവും ഒരു ദിവസം പൂർണ്ണമായും ചെളി പിന്നെയും വന്ന് അടിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലും രക്ഷാപ്രവർത്തനം സാധ്യമായില്ല. പിന്നീട് അവിടേക്ക് ആളുകളെ എത്തിക്കാനുള്ള വലിയ പരിമിതി, ആകാശമാർഗം മാത്രമായിരുന്നു അവിടേക്ക് രക്ഷാപ്രവർത്തകരെ എത്തിക്കാൻ കഴിയുക. കാരണം റോഡ് ഗതാഗതം പൂർണ്ണമായും തകർന്നിരുന്നു. ഈ പ്രദേശത്ത് നിന്നും 50 കിലോമീറ്റർ അകലെ മുതൽ റോഡ് പലയിടങ്ങളിലായി ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ബൽറാം നെടുങ്ങാടിയിലേക്ക് പിന്നീട് നമുക്കെത്താം. അവിടെ രക്ഷാദൗത്യം തുടരുന്നുണ്ട്. പക്ഷേ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പൂർണ്ണമായി ദൗത്യസംഘത്തിന് കൂടുതൽ സംവിധാനങ്ങളൊന്നും അവിടേക്ക് എത്തിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. റോഡുകളടക്കം തകർന്നു നിൽക്കുന്നത് വലിയ വെല്ലുവിളിയായുണ്ട്. എങ്കിലും ഇപ്പോൾ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. 24 വാർത്താ സംഘം ധരാലിയിലെ ദുരന്തഭൂമിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.